ഹായ് ഓൾ അസ്സലാം വലൈക്കും. കോക്കോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ നമ്മുടെ കോക്കോസ് വ്ലോഗ് 10K ഫാം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ പുറത്ത് പോയൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വെള്ളിയാഴ്ച മാത്രമല്ലേ പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ 10K ഫാം ആകും. അപ്പം 10K ഫാം ആകുമ്പോഴത്തേനും എനിക്കൊരു കേക്കൊക്കെ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇതുവരെ ഒന്നും കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ ജേർണിയുടെ ആ ഒരു കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇന്ന് എനിക്കൊരു ആഗ്രഹം, ഒരു കേക്കൊന്ന് കട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കേക്ക് കട്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഒരു സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, അതായത് ഓവണോ അതിൻ്റെ മെഷർമെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. കേക്ക് ഉണ്ടാക്കുന്ന കുറച്ച് സാധനം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഒരു എയർ ഫ്രയറാണ് ഉള്ളത്. എയർ ഫ്രയർ ഞാൻ മിക്ക ദിവസം കേക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ എന്തേനാ അത് ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും പൊങ്ങിയാണ് പോവാറ് കേക്ക്. അപ്പം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നമുക്ക് അടുപ്പിൽ തന്നെ പാത്രത്തിൽ വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാൻ പോവാണ്. സക്സസ് ആയാൽ കാണിക്കാം കേട്ടോ വീഡിയോ. അന്നേരം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സും ഇനിയും സപ്പോർട്ട് ചെയ്യും. ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലാണ്ട് 1 കപ്പ് മൈദ. ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, അപ്പം ഞാൻ ഈ ഒരു അളവിനെടുക്കുന്നത് ഒരു ചെറിയൊരു കപ്പാണ്. കപ്പ് മൈദ നമ്മളെടുക്കുക. കൊക്കോ പൗഡർ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ ഈ കൊക്കോ പൗഡർ ഉപയോഗിക്കുന്നത്. ഇതിനൊരു 1/4 കപ്പിൽ കൂടുതൽ ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ കൊക്കോ പൗഡർ. ബേക്കിംഗ് സോഡയാണേ, ഒരു നുള്ള് മാത്രമേ ഇടുന്നുള്ളൂ. അടുത്ത ബേക്കിംഗ് പൗഡർ 2 സ്പൂൺ. നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ അരിക്കണത്, കട്ട പിടിച്ച് അടക്കാൻ പാടില്ല. കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേനും ടേസ്റ്റ് മാറും. അതിനുശേഷം ഒരു ചെറിയ ജാറിനകത്ത് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര, നേരത്തെ മൈദ എടുത്ത അതേ കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. വലിയൊരു ജാറെടുക്കുക. അതിനുശേഷം 2 മുട്ട എടുക്കുക. മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമുക്ക് ബീറ്ററൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മിക്സിയിൽ അടിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ മിക്സിയിലോട്ട് ചേർക്കുക. അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് വാനില എസൻസ്, 1 സ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക. അതിന് ശേഷം അരയില്ല, ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും. ഇതിനകത്ത് നമ്മൾ കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുറച്ച് കൊടുക്കണം. നല്ലതുപോലെ എന്നിട്ട് കറക്കി കൊടുക്കുക.
ഇത് വേണമെങ്കിൽ മിക്സിയിലും അടിക്കാം, അല്ലാണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ തയ്യൊരു പരുവത്തിലായി കിട്ടും. ഇത് നമ്മളൊരു ചെറിയൊരു പാൻ എടുക്കുക. എൻ്റെ കയ്യിൽ ഈ ഒരു പാനേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് മുമ്പ് ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചരുവം. അതിനകത്തോട്ട് നമ്മുടെ ഈ മിക്സ് വെച്ച് കൊടുത്ത് അടച്ചൊരു 40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 40 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തുറന്ന് നോക്കി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അന്നേരം ഒന്നും പറ്റിയിട്ടില്ല ഇതിനകത്ത്. പിന്നെ കുറച്ച് പഞ്ചസാര പാനിയാക്കണം കേട്ടോ. കേക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പാനിയാക്കി കേക്കൊന്ന് നടുക്കുന്ന് മുറിച്ചിട്ട് ഈ പഞ്ചസാര പാനി അതിലൊഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ ക്രീമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് കൊക്കോ പൗഡറും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കൂടി ചേർത്ത്, ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർക്കുക, ഒരു വാനില എസൻസ് ഒരു സ്പൂൺ ഒഴിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം. അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. അതിന് ശേഷം നമ്മൾ കുറച്ച് ബട്ടർ ഇടണം. ബട്ടർ ഇട്ടിട്ട് ബട്ടർ ഇടുന്ന വെച്ചാൽ അതൊരു ഗ്ലേസിങ്ങിനും ഒരു ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് കേട്ടോ. ബട്ടർ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഇറക്കണം. പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി ഇതുപോലെ ആയിട്ടുണ്ട് ചോക്ലേറ്റ് ഗനാഷ്. പിന്നെ നമ്മൾ കേക്കിനകത്താണ്ട് സെറ്റ് ചെയ്ത് വെച്ച് ഒഴിച്ച് ഞാൻ തലേ ദിവസം രാത്രി ചെയ്ത് വെച്ച കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ കേക്ക് സെറ്റ്. പിന്നെ കേക്ക് മുറിക്കുകയും ചെയ്തു. ഞാൻ തന്നെ കേക്ക് മുറിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. എന്തായാലും കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലപോലെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം. നമ്മൾ 10K ഫാമിലി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാ വീഡിയോസുകളും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.